അവളെ വെച്ച് മാറ്റി തന്നെ നിൽക്കുന്ന വെറുതെ കാണിയാക്കി അവൾ പോയാ നിനക്ക് കിട്ടും അവനെ നിന്റെ സ്വന്തമായിട്ട് പോരെ. അതുപോലെ നിനക്ക് ഒരു കോൾ ഒരൊറ്റ കോൾ പോയി അവൾ തീർത്തോളെ വിളിച്ച് പറയടി. കുഞ്ഞെ, നീ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. കാര്യം എന്താ വെച്ചാൽ പറയാം, അല്ലാതെ ദിവശക്തി ഒന്നും എനിക്കില്ല. അത് പിന്നെ പക്ഷേ ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചാൽ ഇപ്പോൾ പിക്കോട്ടിനോട് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആലസിക്ക് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പിക്കോട്ടിനെ മച്ചാൽ കല്യാണം കഴിക്കും, അങ്ങനെയാണ് എന്നെ കല്യാണം കഴിക്കും. വായ വയ്ക്കും. വായ നാക്കേണ്ടതെന്ന് കരുതി മറ്റു പോയാൽ ചോദിച്ചു പറയാൻ കുട്ടി കുറേ നേരമായി തന്നെ ഓരോ വർത്താനം കേൾക്കണം. പക്ഷേ ഓരോരുത്തർക്ക് വിധിച്ചിട്ടുണ്ട്, അതേക്ക് കിട്ടുള്ളൂ. നിനക്ക് മറ്റേ കുട്ടിയാണ് വിധിച്ചത്, അതുപോലെ പീക്കുന്ന ആലസിനെ. അപ്പോൾ കിട്ടുന്നിടത്തല്ലേ അത് വരുള്ളൂ. നിന്നെ വിധിനെ മറ്റാർക്കും പറയാൻ പറ്റില്ല, മനസ്സിലായോ? പിന്നെ കുട്ടി അടുത്ത ചോദ്യത്തിന് ഉത്തരം ആലസിനെ കൊണ്ട് പറ്റി പോയാൽ ആരെങ്കിലും ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കുന്നുള്ള മോളെ. അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ മുട്ട ശബ്ദം തീരുമാനിക്കുന്ന അമ്മ അത് അമ്മാരുടെ അച്ഛൻ എന്നത് പിന്നെ അവൻ പിന്നെ ആ കുട്ടിക്ക് പറ്റില്ല ദൈവത്തിനോട് പറ്റുന്ന സമയത്ത് ആ കുട്ടി എൻ്റെ പറ്റിയാലെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ ആ കുട്ടി എൻ്റെ പറ്റിയാൽ അവൻ മറ്റൊരു കല്യാണം എനിക്ക് തോന്നില്ല. അവൻ സ്നേഹിച്ചിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇമാതിരി ചോദ്യം കൊണ്ട് കുറച്ച് എൻ്റെ അടുത്ത് വരല്ലേ, വായുള്ളത് നീ കേൾക്കും. എന്താ പിക്കോട്ടെ, എന്താ പറ്റിയേ? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? ആലസി എവിടെ? ആലസി എവിടെ? പീക്കോട്ടാ, എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. ആലസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ എവിടെ പോയി കിടക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കൊച്ചത് എവിടെ പോയി കിടക്കുക? ഈശ്വര, എന്താ എടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? ഇതാരായി വിളിക്കുന്നേ? ഹലോ, ആരാ? വാ, നിങ്ങൾ ഉദ്ദേശിച്ച ഈ നമ്പർ തന്നെ ആണോ? എവിടെ? മേരിമാത ഹോസ്പിറ്റൽ. ആ, ഞാൻ ഉടനെ എത്താം. 5 മിനിറ്റ്, ഞാൻ ഇപ്പം എത്താം. എന്താ പറ്റി പിക്കുട്ട? ആരാ വിളിച്ചേ? അത് പറയാൻ സമയമില്ല, നീ വേഗം കാർ കയറിയിരിക്കേ. വാ, ഒരിടം വരെ പോകണ്ട. അവക്കൊന്നും വരില്ല, എൻ്റെ പൊന്നും മുക്കൊന്നും വരില്ല. അതെ, അവക്കൊന്നും വരില്ല. എടാ, നീ കരയില്ലടാ, ഞാനല്ലേ നിൻ്റെ കൂടെ. 1 മിസ്റ്റർ ഐക്കലവൻ. മാം, ഞാനാണ്. ഒക്കെ ഭയങ്കര ഉണ്ട്. അവൾ ഓക്കെ അല്ലേ? ആലസിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ, ആലസി ഇപ്പോൾ ICU സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ആക്സിഡൻസിൽ നിന്ന് ബോധം വരാമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ. താൻ ഭയങ്കര ലക്കിയാണ് എന്തായാലും. ഷീസ് ഓക്കെ, കണ്ണു തുറന്നിട്ടുണ്ട്. ഒരാൾക്ക് പോയി കാണാവുന്നതാണ്. ഓവർ ഇമോഷണലായിട്ട് വർത്തമാനം പറയാനൊന്നും നിൽക്കരുത്. ആ കുട്ടി ഒട്ടും ഇപ്പോഴും അത്ര ഓക്കെ അല്ല. അവളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കരുത്. ദെൻ ഓക്കെ ബൈ, ചെന്ന് കണ്ടോളൂ. അവൾ ചത്തിട്ടില്ലായിരുന്നല്ലേ? അവൾ ചത്തെന്ന് കരുതി എൻ്റെ കണ്ണീര് കുറച്ച് പാഴായതല്ലാണ്ട് വേറെ ഒന്നുമില്ല മിച്ചം. അതിനെ വിളിച്ച് കാര്യം ഉടനെ പറയണം. വേറെ പണി ഞാൻ വെച്ചിട്ടില്ല അവൾക്ക്. എനിക്ക് വേണ്ടിയിരിക്കല്ലേ ഇത്ര ദൂരം വരെ വന്നത്. താങ്ക് യു. ഞാൻ കരുതി ആ ടിപ്പർ വന്ന് കയറിയപ്പോൾ ലൈഫ് ഇതോടെ തീർന്നു. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചാവുന്നതിന് മുമ്പ് ഒരു 7 മിനിറ്റ്സിനെ പറ്റി. നമ്മൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആ 7 മിനിറ്റ്സിൽ കാണും. ഞാനതെല്ലാം കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. യു നോ വാട്ട്, അതിൽ ആ 7 മിനിറ്റ്സിൽ
ഒരു 2 മിനിറ്റ്സിന് മോർ നിങ്ങൾ മാത്രമായിരുന്നു. കരയല്ലേ? ഞാൻ കരഞ്ഞൊന്നുമില്ല. നിൻ്റെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ നീ അങ്ങ് ചത്തു പോയേക്കുവാന്ന്. അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് മരിക്കാൻ ഞാൻ വിടത്തില്ല. പോവാണ് നമ്മൾ ഒന്നിച്ച് പോയാൽ മതി. ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് എങ്ങനെ ആക്സിഡൻ്റ് പറ്റിയേ? നിൻ്റെ മിസ്റ്റേക്ക് കാരണമാണോ അതൊരു പ്യുവർ ആക്സിഡൻ്റ് തന്നെയായിരുന്നോ? അതോ? യെസ്, ഇറ്റ്സ് എ പ്യുവർ ആക്സിഡൻറ്റ്. എൻ്റെ ഫോൾട്ടാണ്, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിപ്പോയ ബിഗ് ആക്സിഡൻറ്റ്. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട്. പണ്ടൊക്കെ എനിക്കെന്താ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കരയാൻ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണ്ടി കരയാൻ ഒത്തിരി പേരുണ്ടല്ലോ. അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. എടോ നിർത്ത്. നിനക്ക് വേണ്ടി കരയാൻ എന്നും ഞാനുണ്ട്. പക്ഷെ എനിക്ക് നിനക്ക് വേണ്ടി കരയണ്ട. എനിക്ക് നിന്നെ എന്നും ചിരിച്ചോണ്ട് കാണാനാണ് ഇഷ്ടം. ഇനി എന്നെ വിട്ട് പോവല്ലേ. എനിക്ക് താങ്ങാനാവില്ല. എനിക്ക് താനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലടോ. എനിക്കതിന് പറ്റില്ല. നമ്മൾ പറയില്ലേ ഈ ഇല പൊഴിഞ്ഞു പോകുന്ന മാതിരിന്ന്, അതേമാതിരി ഇല പൊഴിഞ്ഞു പോകുന്ന മാതിരി ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോയി. ഏകലവ്യ, ഇനി തനിക്ക് വേണമെങ്കിൽ തൻ്റെ ഭാര്യനെ തൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയോളം ആയല്ലോ. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷീസ് പ്യുവർലി ഓൾ റൈറ്റ്. സോ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നന്നായി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം. എമൗണ്ട് പേ ചെയ്തിട്ട് വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. A few moments later. ഏതായാലും 2 ദിവസം കൂടി ലീവുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവൾ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ, പാവണ്ട. ഇനി ചിതാത്തി പോവാം. അത് ശരി, പീക്കോട്ടെ എണീച്ച് പോയല്ലേ. ഇനിയിപ്പം ഞാൻ എങ്ങനെ എണീക്കും? അയ്യോ, എനിക്ക് കാലൊന്നും പൊന്തില്ല. പീക്കോട്ടൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ വിളിക്കാം. പൊന്നു എന്നതാടി, നീ എന്നെ വിളിച്ചോ? എന്താ സംഭവം? ഓ ശരിയാ, നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലേ. വാ, ഞാൻ നിന്നെ എടുക്കാം. താങ്ക് യു ഡി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൈയിൻ്റെ എല്ലാം ഒടിഞ്ഞ ടൈമിൽ മരത്തുമ്മ കയറിയിട്ട് വീണിട്ട് കൈൻ്റെ എല്ലാം ഒടിഞ്ഞ് കൈ പൊട്ടിക്കിടന്ന ടൈമിൽ കോളേജിൽ പോയപ്പം അന്ന് എനിക്ക് അലോകേട്ടനായിരുന്നു ഫുഡ് വാരി തന്നെ. എനിക്ക് ധ്രുവേട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ വാരി തരുമ്പം അതാടി ഓർമ്മ വരുന്നത്. എനിക്ക് എൻ്റെ അലോകേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടടി. ഞാനിപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിനോടൊരു ദ്രോഹം ചെയ്യുന്ന പോലെയല്ല. എന്നെ വിട്ട് പോയി എന്ന് കരുതി ഞാൻ മറ്റൊരു കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായി ജീവിക്കല്ലേ അവരമ്മ പറഞ്ഞ പോലെ. ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അന്നെങ്കിൽ അവളുടെ ഒരു അലോകേട്ടൻ. എടി, നീ
സാഹചര്യത്തിനോടൊക്കെ പൊരുത്തപ്പെടാദ്യം പഠിക്കുക. നമ്മളെ ലൈഫൊക്കെ ഇങ്ങനെ തന്നെ. നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല നമ്മളെ ലൈഫിൽ വന്നു ചേരുന്നത്. കുറേ ആയി നിനക്ക് ഞാൻ 2 വർത്തമാനം പറയണം വിചാരിച്ച് ഞാൻ നിൽക്കുന്നു. നിന്നെ കാണാൻ കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്ന കേൾക്കാം. ഞാനിത് നിന്നോട് പറയരുത് എന്ന് എന്നോട് നിൻ്റെ പപ്പയും കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ ഇനി ഇത് പറയാതിരുന്നാലേ നിൻ്റെ ഈ സിറ്റുവേഷൻ വഷളാവത്തേ ഉള്ളൂ. അന്ന് നിനക്ക് നിൻ്റെ സ്വയം ജീവിതം അവസാനിപ്പിക്കാനൊക്കെ നോക്കിയ ടൈം നിനക്ക് ഓർമ്മയുണ്ടോ? അന്നെന്തോ കൈ കിട്ടിയ സ്ലീപ്പിംഗ് പിൽസോ മരുന്നോ എന്തൊക്കെ എടുത്ത് കുടിച്ച് തട്ടിപ്പോകാൻ നോക്കിയ കല്യാണ ടൈമിൽ. അപ്പോഴേ ഞങ്ങളെല്ലാവരും ടെൻഷനായി നിന്ന്. നിൻ്റേതാണ് റെയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, AB നെഗറ്റീവ്. ഒരു വഴിയില്ലാണ്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എവിടുന്നോ ഒരു ദൈവത്തിനെ മാത്രമേ വന്നത് ആരാറിയോ? നിൻ്റെ ഇപ്പോഴുള്ള കെട്ടിയോൻ. അങ്ങനെ വന്നിട്ടാണ് നിനക്ക് ബ്ലഡ് തന്നത്. നിനക്ക് ബ്ലഡ് തന്നതും നിൻ്റെ ബോധം വരുന്നവരെ നിൻ്റെ കൂടെ നിന്നു. എന്നിട്ട് ബോധം വന്ന് നിന്നെ കണ്ടേച്ചിട്ടാണ് പോയത്. നീ കണ്ണ് തുറക്കുന്നതിന് കുറച്ച് മുന്നേ അദ്ദേഹം പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, ഇച്ചോട്ടൻ വന്ന കാര്യം അവളോട് പറയരുത്, പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, ബ്ലഡ് തന്നത് ഇച്ചോട്ടനാണെന്നൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നീ ഓക്കെയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണം എന്നൊക്കെ അറിഞ്ഞിട്ടാണ് മൂപ്പര് പോയത്. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്നെ ഇത്രയും ഇഷ്ടമാണ്, നിന്നെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു മനുഷ്യന് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ക് വേണേലും പറിച്ചു കൊടുക്കത്തില്ലേടി. അത്രയും നല്ലൊരു മനുഷ്യനാണ് നീ കെട്ടിയത്. അത് നിനക്കറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി പറയാതെ തന്നാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാ. എന്താ നീ എന്തായി പറഞ്ഞേ? നീ പറഞ്ഞ സത്യമാണോ? എനിക്ക് ബ്ലഡ് തന്നത്, ഓ ഗോഡ്, എനിക്ക് ബ്ലഡ് തന്നത് ധ്രുവേട്ടനാണോ? ധ്രുവേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ? ഈച്ചു, നീ ഒരാൾ കാരണം അവളുടെ ജീവൻ രക്ഷപ്പെടാൻ പോകുന്നത്. എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ അവൾ ആദ്യം നിൻ്റെ മുഖം കാണണ്ടേ. നീ ഇവിടെ ഇരിക്കേ. ഇല്ലടാ, ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല. അവൾക്ക് ബോധം വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോകും. അവൾ എന്നെ ഇപ്പം കണ്ടാൽ ശരിയാവില്ല. അവൾ അറിയണ്ട, അല്ലെങ്കിൽ അത് ഒരു സിമ്പതീൻ്റെ പുറത്തുള്ള ഒരു അഡ്മിറേഷൻ മാത്രമായി പോകും. എനിക്ക് സിമ്പതി അല്ല വേണ്ട, എനിക്ക് അവളുടെ പ്യുവർ ലവാണ് വേണ്ട. അവൾ ഓക്കെ ആയിട്ട് ഞാനിവിടെ നിന്ന് പോവുള്ളൂ. അതുവരെ ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ആണ് അവൾക്ക് ബ്ലഡ് കൊടുത്തത്. അവളൊരു കാരണവശാലും അറിയാൻ പാടില്ല. അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ എടാ? ഇല്ലടാ, അവൾക്കൊരു പ്രശ്നം വരാൻ ഞങ്ങൾ സമ്മതിക്കോ? പിന്നെ നീ ഇല്ല ഇവിടെ. നീ ഉണ്ടെങ്കിൽ അവൾക്ക് എന്ത് വരാനാ? എടേ, നമ്മൾ കൊച്ചിലെ വാരണമാഹിരം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അതിൽ സൂര്യ ശാന്തി പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചിനെ ആദ്യം പ്രേമിക്കും. പിന്നെ അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി അവൾ മരിക്കും. പിന്നെ സൂര്യയുടെ ലൈഫിലോട്ട് മറ്റൊരു കുട്ടി കയറി വരും. പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവും, കല്യാണം അയക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ച ഇങ്ങനെയാണ് സൂര്യൻ്റെ വിധിയെങ്കിൽ പിന്നെ എന്തിനാ ദൈവം അവൻ്റെ ലൈഫിലോട്ട് ആദ്യം അവൻ പ്രേമിച്ച ആക്സിഡൻറ്റ് പറ്റിയ കുട്ടീനെ കയറ്റി കൊണ്ടുവന്നതെന്ന്. ഇത് നമ്മളെല്ലാവരും ഡൗട്ടായിരുന്നു. പക്ഷേ ഇതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അതാണ് വിധി. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ തലയിൽ എഴുതി വെച്ചത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരായിരുന്നു. എന്നാൽ മരിച്ചുപോയ കുട്ടിയില്ലേ ശാന്തി, അവളുടെ തലയിൽ എഴുതി വെച്ച് സൂര്യൻ്റെ പേരായിരുന്നു. അതാണ് നമുക്ക് വിധിക്കപ്പെട്ടവരെ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമുക്ക് വിധിച്ചിട്ടുള്ളവർ അത് എത്ര 7ാം കടലിനപ്പുറമാണെങ്കിലും അവരാ നീന്തി നമ്മളടുത്തോട്ട് വരും. എന്നാൽ നമുക്ക് പെടാത്തവരാണെങ്കിലുണ്ടല്ലോ, നമ്മളെ തൊട്ടടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവർ നമ്മളെ വിട്ട് പോകും. അതാണ് മോളെ അതിൻ്റെ ഒരു കിടപ്പ് വശം. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീ റെഡ് സ്ട്രിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? റെഡ് സ്ട്രിങ് തിയറി. അത് സിമ്പിളാണ്. നമ്മളെ ഈ കുഞ്ഞു വിരലുണ്ടല്ലോ കയ്യിൻ്റെ, ഈ കുഞ്ഞു വിരലും പിന്നെ നമുക്ക് വിധിച്ചിട്ടുള്ള ആളുടെ കയ്യിലെ കുഞ്ഞു വിരലും തമ്മിൽ ഒരു ചുവന്ന ചരടിൻ്റെ ഒരു ബന്ധനം ഉണ്ടാവും.
ആ ബന്ധനമാണ് നമ്മൾ അവരിലേക്ക് അടുപ്പിക്കുന്നത്. അത് ആ വിധിയുടെ കെട്ടെന്നാണ് പറയുന്നത്. ആ തിയറീനെയാണ് റെഡ് സ്ട്രിങ് തിയറി എന്ന് പറയുന്നത്. നിൻ്റെ കയ്യിലെ കുഞ്ഞു വിരലിൽ കെട്ടിയേക്കുന്ന ചരടിൻ്റെ അറ്റത്ത് കെട്ടിയതേ ഈശ്വരൻ്റെ കൈയാടി. നീ അത് മനസ്സിലാക്കി മൂവ് ചെയ്യും. അതൊക്കെ അവിടെ കേട്ടെ. നീ ആ ആർദ്രേനെ ഒന്ന് പോയി വിളിക്കണേ. പോകുമ്പം അവളോടൊന്ന് വന്ന് എന്നെ കാണാൻ പറയണം. എനിക്ക് അവളോട് കുറച്ച് വർത്താനം പറയാനുണ്ട്. ആ മോള് വന്നോ? ആ വാ ഇരിക്കി. എന്തിനാ വിളിപ്പിച്ചത്? എന്താ കാര്യം പറയാനുള്ള ചെവയം പറ. ഷോ അറിയാൻ എന്താ തിടുക്കം. നീ ഇന്ന് തന്നെ വണ്ടി വിളിച്ച് പോയിക്കോണം ഇവിടുന്ന്. എന്താടി എൻ്റെ വിട്ട് നോക്കണേ? നീ എന്താ വിചാരിച്ച ഞാൻ മോയന്തുണ്ണിയാണോ? നീയാണ് ആക്സിഡൻറ്റ് പറ്റിച്ചത് എനിക്ക് അറിയില്ല എന്നാണോ നിൻ്റെ വിചാരം? എനിക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ വെച്ച് വെറുതെ നീ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇന്നത്തോടെല്ലാം നിർത്തി പോയിക്കോണം. ഇനി നീ നിന്നാലേ ഞാൻ ഈ ചേട്ടനോടെല്ലാം പറയും. അതോടെ നിൻ്റെ എല്ലാ ചീട്ടും കീറും. മനസ്സിലായോ? പോയിക്കോ. എന്തിനാ എല്ലാവരും ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നത്? അതിനാവശ്യമൊന്നുമില്ല. ഞാൻ അവളെ കൂട്ടാൻ വന്നതാ. എവിടെ ആർദ്ര? എവിടെ? അവളെ വിളിക്കും. അമ്മ അമ്മ വൈദേഹി, നീയോ? നീ മാറ്, ഞാൻ പോട്ടെ. മോളൊന്ന് അവിടെ നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? ഡി ഈ തൊല്ല എന്തിനാ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായോ? നീ കാരണം ആക്സിഡൻറ്റ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇനി മേല ഇമാതിരി തോന്നിയാസം നീ ഒരുത്തീൻ്റെ അടുത്തും എടുക്കാൻ പാടില്ല. എൻ്റെ പെണ്ണിനത് പറ്റീൻ്റെ മോളെ നിന്നെ ജീവനോടെ ഞാൻ കുഴിച്ചു മൂടിയാനെ. ഇപ്പം നീ ചെല്ല്. പിക്കു, നിൻ്റെ അഹമ്മദ് നീ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ആർദ്ര എൻ്റെ മോള് തന്നെയാണ്. അതെ അതെ, സ്വന്തം മോളായ ജ്യോതിനോടില്ലാത്ത സ്നേഹമാണ് നിങ്ങൾക്ക് അവളോട്. അവൾക്ക് അവളുടെ പാരൻസ് ഉണ്ട്, അവളുടെ അച്ഛനും അമ്മയുണ്ട്. അവർ നോക്കിക്കോളാം അവളെ. നിങ്ങളെ ഏറ്റെടുത്ത് അവളൊരു വിശപ്പാമ്പാക്കാൻ നിൽക്കണ്ട. എൻ്റെ കുഞ്ഞമ്മ പോയേ. എൻ്റെ മുന്നിൽ ഇതേപോലെ വന്ന് പ്രായത്തിൻ്റെ ബഹുമാനം തന്നെന്ന് വരില്ല. മോളെ നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങളൊക്കെ അല്ലേ. അവൾ ഒരിക്കലും ഒരു നല്ലൊരു അമ്മയല്ലായിരുന്നു. ഹേയ് ആൻറ്റി, എനിക്ക് വിഷമമൊന്നുമില്ല. നീ എന്ത് നോക്കിയിരിക്കുക? ഇവിടെ വന്നിരിക്കും. മുടിയൊക്കെ ഞാൻ കെട്ടിത്തരാം. നിനക്ക് വിഷമായോ? നിന്റെ അമ്മ അങ്ങനെ ചെയ്തോട്ടെ. ഹേയ്, എനിക്ക് എന്തിനാ വിഷമം? വിഷമിച്ചിട്ട് എന്താ? നീ അതൊക്കെ വിട്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത്? അതെ, അതൊക്കെ ഞാൻ ഒഴിവാക്കാം. നീ നിൻ്റെ ഉണ്ണിയൻ്റെ കാര്യങ്ങളൊക്കെ പറ. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓ, നിനക്കറിയാവുന്നതല്ലാതെ വേറെ എന്താ ഇപ്പോൾ പുതിയതായിട്ട്? എനിക്ക് തോന്നുന്നു മൂപ്പര യുകെയിലൊക്കെ പോയിട്ട് പുതിയ പെണ്ണിനെ വല്ലതും കെട്ടിക്കാണുന്നു. അവിടെയൊക്കെ മുടിഞ്ഞിലൊക്കെ ഉള്ള പെമ്പിള്ളാരടി. ഏയ്, അങ്ങേര് ഉണ്ണിയേട്ടൻ അത്രക്കാരൻ നെഹിഹെ അങ്ങനെ ലുക്ക് കണ്ട് വീഴുന്ന ടൈപ്പൊന്നല്ല. മൂപ്പർക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു ഡിങ്കോൾഫിയൊക്കെ ഉണ്ടായിരുന്നു. അത് നിനക്കും അറിയാവുന്നതല്ലേ. അല്ലാണ്ട് മൂപ്പരങ്ങനെ ഓ, പറയുന്ന കേട്ടാ തോന്നും വേറെ ആരോ കാര്യം പറയുന്നേ. നിന്റെ സ്വന്തം ഏട്ടൻ്റെ കാര്യമല്ലേ നീ പറയുന്നേ. ഇങ്ങനെയൊന്നും പറയാതെ. പിന്നെ നീ പറയുന്നത് കേട്ടാ നീ വലിയ സത്യഭാമയാണ്. നിനക്കുണ്ടായിരുന്നില്ലേ പണ്ട് പീക്കോട്ടിനോട്? ആ എന്തിനാ നിർത്തിയ? എനിക്കുണ്ടായിരുന്നു പണ്ട് പീക്കോട്ടിനോട് ഇഷ്ക് ഇഷ്ക്. പക്ഷേ അല്ലടാ, നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനുവേണ്ടി നമ്മൾ അടി ഉണ്ടാക്കാൻ പോയിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, അവൾക്ക് അടി കിട്ടി അവൾ പോയെ. അതേപോലെ ആർദ്രയ്ക്ക് കിട്ടിയ പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണേ? നമുക്ക് വിധിച്ചിട്ടുള്ളല്ലേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള നീ തന്നെയാണ് കറക്റ്റ്. എൻ്റെ പൊന്ന് നാത്തൂനെ. ഒന്ന് പോടി പെണ്ണെ, വെറുതെ സുഖിപ്പിക്കാൻ നിൽക്കാതെ പോടണം. ഹലോ സുന്ദരി മണികളെ, എനിക്ക് ചെറിയൊരു കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് ഒരു സുഖം ഉണ്ടാവില്ല. അല്ലെങ്കിലും വലിയ സുഖമൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടി ഒരു
എന്തോ പോലെ ഉണ്ടാവില്ലേ, അതെനിക്ക് ചെറിയൊരു കുറച്ച് വലിയൊരു കോൾഡ് പിടിച്ച് ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമില്ലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം മുടക്കാതെ ഇടാൻ ശ്രമിക്കാം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയും കേട്ടോ. ഇനി മുതൽ നമ്മളിങ്ങനെ പറയുന്നതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഹലോ ചേച്ചിമാരെ, അപ്പം ഞാനാട്ടോ നിങ്ങളെ കമൻറ്റ് വായിക്കാൻ പോണേ. അമ്പുടോ മിന്നു 8998 ഇപ്പം ഇഷ്ടമായി ചേച്ചി. ഓ താങ്ക് യു, ഓൾ താങ്ക് യു ഗോസ് ടു റൈറ്റർ കൊച്ച്. പിന്നെ അടുത്തത് മതി, നീ വായിച്ചതൊക്കെ മതി, ഇനി ഞാൻ വായിക്കട്ടെ, ബിന്ദു P6881 ഹാർട്ട് സിമ്പിൾ. ഓ താങ്ക് യു സോ മച്ച്. എൻ്റെ പൊന്നും കുരിശ മാതാവേ, ഇത് കുളവാക്കുന്ന തോന്നണേ. മതി, ഇനി ഞാൻ വായിക്കട്ടെ. ഷെറീന G Mon 3 സൂപ്പർ സ്റ്റോറി സിസ്റ്റർ തേക്ക് ഫോർ എവർ. തേക്ക് ഫോർ എവർ. നമ്മളെല്ലാം അതിൽ ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ്. അതെ, നീയൊക്കെ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. ഞാനാണ് ഇതിലെ മെയിൻ ഹീറോ. ഇനി ചേട്ട പറയട്ടെ, മക്കളൊന്ന് മാറിന്നേ. ഓക്കെ, അമൃത സുമി 7944 അങ്ങനെ തന്നെ തോന്നുന്നു. ഹായ്, ഐ എം ഓൾസോ എ ന്യൂ യൂട്യൂബർ, ക്യാൻ വി കൊളാബറേറ്റ്? എടാ എനിക്ക് അറിയില്ല കേട്ടോ, മാറി നിൽക്കണോ മനുഷ്യ. ഹായ് അമൃത, നമുക്ക് കൊളാബറേറ്റ് ചെയ്യാലോ. അതിനെന്താ, പർപ്പിൾ സ്ട്രോബെറി പറഞ്ഞിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിൽ റൈറ്റർ കൊച്ചിനെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഷുവറായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സെറ്റാക്കാം. നെക്സ്റ്റ് കമൻറ്റ്. എൻ്റെ പൊന്ന് ആലസി മോളെ, മതി, എല്ലാം കൂടി കയറി ഇറങ്ങിയത് പൂരപ്പറമ്പാക്കാൻ എന്നാൽ മതി. ഞാൻ വായിക്കാൻ എടുത്തത് അശ്വതി AK 825. എന്തിനാ നീ വെറുതെ പ്ലാൻ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ടേക്ക് സൂപ്പർ. ഇതാ ജന്തുവിൻ്റെ പണിയാണ്, അവൾക്ക് നല്ല പണി കൊടുക്കണം. പിന്നെ അല്ല, കിട്ടിയില്ലേ നിനക്ക്, ഇനിയും കിട്ടും മോളെ അവളുടെ കയ്യിൽ നിന്ന്. എപ്പിസോഡ് സൂപ്പർ ഇടാം. എടി ആലസി, ഇത് നിനക്കുള്ളതാട്ടോ. ലെവൽ ഇതെവിടെ പോയി ആലസി? ഓ എൻ്റെ പൊന്നു ജൂണി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിതൊക്കെ കേട്ട് രോമാഞ്ച കുഞ്ചിതയാവരുത്. പിന്നല്ല, പക്ഷേ ഇനി അവൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അവൾ കെട്ടുമാണ്ടൊക്കെ എടുത്ത് പോയില്ലേ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കൊടുക്കാം. ഇവന്മാർ തനിക്കുള്ള പണിയാണല്ലോ ഭഗവാനെ. എന്തായാലും എസ്കേപ്പ് ആയിട്ട് നന്നായി. എനിക്കിങ്ങനെ പണിയല്ലേ.